ഇതിൽ തന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്ന് തോന്നിയ കണ്ടിന്യൂ. ഓക്കെ, അതങ്ങനെ ഫിനിഷ് ചെയ്തേക്ക്. അയ്യോ, എനിക്കിതൊക്കെ പറ്റുമോ? ആ ചേച്ചി ചെയ്തു വെച്ചിരിക്കുന്നതല്ലേ. ഞാനിതിൽ എന്തെങ്കിലും ചെയ്താ ആ ചേച്ചി പ്രശ്നത്തിന് വരില്ലേ? പ്രശ്നമായിക്കോട്ടെ. എല്ലാ ഡിസൈൻസും അപ്രൂവൽ ചെയ്യുന്നത് ഞാനല്ലേ. സൊനാലിയെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അത് അപർണയാണെങ്കിലും പൂജയാണെങ്കിലും അതാരാണെങ്കിലും. മനസ്സിലായോ? എന്നാലും ഒരു കാര്യം ചെയ്യ്. ദാ ഇത് പിടിച്ച്. ദാ പിടിക്കേ. തന്റെ അച്ഛനെ അമ്മേനെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് അങ്ങ് തുടങ്ങിക്കോ. ദാ ആ ചെയറിലിരുന്നു. സ്റ്റാർട്ട് ചെയ്തോ. ദോ, എന്തായി ആലോചിക്കുന്നേ? എന്തെങ്കിലും സംശയമുണ്ടോ? പിന്നെന്താ? എടോ പൂജ, ഇയാൾക്ക് നല്ല കളർ സെൻസ് ഉണ്ട്. അതുകൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡ് പോലും താൻ അറിയാതെ തന്നെ താൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കങ്ങനെയൊന്നും അറിഞ്ഞൂടാ. എടോ, താൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സില്ലേ, നമ്മൾ ഒരുമിച്ച് പോയി മേടിച്ചതല്ലേ? അതിനെന്താ? അവിടെ ഞാൻ ചൂണ്ടി കാണിച്ച വല്ലതുമായിരുന്നോ തന്റെ ഡ്രസ്സിന്റെ സെലക്ഷൻ? ആയിരുന്നോ? ആണോ? പറ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതല്ലേ സെലക്ട് ചെയ്തത്. അതാണ്. അപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ്സിന്റെ പുറകെയാണ് പൂജ പോകുന്നത്. എടോ, നമുക്ക് അതാ വേണ്ടത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ദാ, ഓൾ ദി ബെസ്റ്റ്. ദാ, ഞാൻ കൊറേ നേരത്തെ ട്രൈ ചെയ്യാ, എടുത്തില്ല. എടി, ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. കോള് ഞാൻ കണ്ടു. പിന്നെ ഇങ്ങോട്ടേക്കല്ലേ വരുന്നേ? എന്തായി? അല്ല, എന്തായി? ശരത്തിന്റെ കൃഷ്ണനങ്ങളിനോടൊക്കെ നമ്മുടെ മാരേജിന്റെ കാര്യം പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നു. അറിയില്ല, എന്തായാലും സെറ്റ് ആയിക്കോളും. അല്ല, എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ? മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്. മമ്മി ഭയങ്കര ഹാപ്പിയാ. പക്ഷെ സൊണാലിയിൽ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, സിദ്ധു പറഞ്ഞില്ലേ അത്? അവൻ പറഞ്ഞെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. എന്റെ വീട്ടുകാർ ഓക്കെ ആണല്ലോ. സൊണാലിയിലൊക്കെ പിന്നെ അറിഞ്ഞാ പോരെ. ഇപ്പോ പപ്പയോടും മമ്മിയോടും പറയണ്ടെന്ന് വെച്ചിട്ടാ. അവരുടെ ഡേറ്റ് ഫിക്സ് ആയാ നമ്മുടേത് തീരുമാനിക്കാം. എടോ, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലേ വഴക്ക് പറയാൻ നിൽക്കണ്ട. ഫസ്റ്റ് ടൈം അല്ലേ? ആദ്യമായിട്ടാണെങ്കിലും ഒരു പരീക്ഷണത്തിന് പറ്റിയ ടൈമാണോ ഇതൊക്കെ? ഡിസൈൻസ് ഒക്കെ ഇന്ന് തന്നെ പോണം എന്നല്ലേ സാറിനോട് പറഞ്ഞത്? മറ്റന്നാള് പ്രസന്റേഷൻ. ഇതിവിടെ ഇങ്ങനെ ആഡ് ചെയ്യണം എന്ന് എന്താ തോന്നിയേ? അങ്ങനെ വന്നാ നന്നായിരിക്കും തോന്നിയതുകൊണ്ടാ. അങ്ങനെ തോന്നിയതുപോലെ എന്തെങ്കിലും ചെയ്താ അത് നമുക്ക് നല്ലതായിരിക്കും. പക്ഷെ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല. താൻ വരച്ചു വെച്ചിരിക്കുന്ന ഈ വര കൊണ്ട് ഒരു മാജിക് പോലെ ലോകം മുഴുവൻ നിറയുന്നതാ ഫാഷൻ ലോകം. ഓരോ നിമിഷവും പുതുക്കിക്കൊണ്ടിരിക്കുന്നതാ ഫാഷൻ ലോകം. താനിങ്ങനെ ഇരുന്ന് കുത്തി വരയ്ക്കുന്നതേ വെറും പിള്ളേര് കളിയല്ലാന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ. പെൻസിൽ എടുത്തൊന്ന് വരയ്ക്കുമ്പോ അത് ഫാഷൻ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കണം. മനസ്സിലായോ? സോറി ചേച്ചി, എനിക്കറിയില്ലായിരുന്നു. സോറി. ഇനി ഞാനങ്ങനെ ചെയ്യില്ല. ചെയ്യില്ലെന്നോ? ഇല്ല, ഞാൻ ചെയ്യില്ല. ചെയ്യണം. എടോ, ഇയാൾക്കൊരു ഇൻബോൺ ടാലന്റ് ഉണ്ടോ? ദൈവം അനുഗ്രഹിച്ചു തന്ന ഈ കഴിവ് സൊണാലിക്ക് ഭയങ്കര മുതൽക്കൂട്ടാ. താനേ എന്റെ കൂടെ നിന്നോ. വാ വാനേ. ഇപ്പൊ ഒരു കാര്യം ചെയ്, ഉലകണ്ണൻ സാർ ഇത് മനസ്സിൽ വെച്ചേക്ക്. സമയാവുമ്പോ നമുക്കിത് പൊട്ടിക്കാം. ഓക്കെ? ഇതാണോ പൂജ?
ഇതാ ഞാൻ പറഞ്ഞ സൊനാലിയിലെ പഴയ സ്റ്റാഫിന്റെ മോൾ. തന്റെ തളയും ചത്തുപോയതാ. വീട്ടുജോലിക്കൊക്കെ പോയിരുന്നതാ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുത്തി. അതെ മോളെ, എവിടാ പഠിച്ചതൊക്കെ? ഇതിനങ്ങനെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ലെന്നേ. ഡിഗ്രിക്കൊക്കെ കൊണ്ട് നിർത്തിയതാ, അതും പറ്റിയില്ല. ഇനിയിപ്പൊ കോളേജിലൊക്കെ കൊണ്ടുവിടാന്ന് വെച്ചാലേ 2 വർഷം കഴിയുമ്പോഴേക്കും ഏജ് ഓവർ ആവും. ജോലിയും കിട്ടത്തില്ല. ഏജ് ഓവർ ഒന്നും ആയിട്ടില്ല. +2 കഴിഞ്ഞിട്ടിപ്പോ ഡിഗ്രിക്ക് ചേർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കുന്നതിന് ഏജ് ഒരു പ്രശ്നമൊന്നും അല്ലല്ലോ സാറേ. സിവിൽ സർവീസ് ഒക്കെ ഏത് ഏജിലും എടുക്കാം. അത് കറക്റ്റാ. പഠിക്കാൻ ഒരാളും അത് പഠിപ്പിക്കാൻ ഒരാളും ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ഇതത്ര വലിയ കാര്യമൊന്നും അല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ തനിക്ക് ഈ മഷി പൊറോട്ടിലും ഡ്രോയിങ് ഒക്കെ നിർത്തിയിട്ടേ നല്ലൊരു IAS കോച്ചിങ്ങിന് ചേർന്നൂടെ? നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്. നമ്മുടെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നേ, പഠിപ്പിക്കാൻ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട്. ഇവിടെ ഇപ്പൊ പുതിയ കോച്ചിങ് തുടങ്ങി സാറ്, അത് കഴിയട്ടെ. അതെ, ഏത് കാര്യം പഠിക്കുമ്പോഴും പൂർണ്ണ മനസ്സ് സമർപ്പിക്കണം. എങ്കിലേ ശരിയാവൂ. അപ്പോഴേ ഞാൻ ഇനി സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഞാൻ ആരാണെന്നും എന്താണെന്നും എല്ലാം സിദ്ധുവും അപ്പുവും കൂടെ പറഞ്ഞു തരും. അതിപ്പോ അറിയാൻ എന്തിരിക്കുന്നു സാറേ? അപർണ മേഡത്തിനെ കെട്ടാനിരുന്ന മൊറച്ചർക്കൻ. അതെ, നിങ്ങളുടെ MD സാറ് അപർണ മേഡത്തിനെ അടിച്ചങ്ങോട്ട് മാറ്റി, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ അപർണ പറഞ്ഞിട്ട് പോയതില് എന്തോ ഒരു ദുസ്സൂചന ഇല്ലേ ശരത്തെ? കൽത്തോട്ടവും സൊണാലി ഒരുമിക്കുന്നത് കണ്ട് നമ്മൾ സ്വപ്നം കാണണ്ടാന്ന്. എടീ, ഈ അമ്മായി മതങ്ങളും കൂടെ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് സൊനാലി ചെന്ന് കയറി കഴിഞ്ഞാലേ ഈ കൽത്തോട്ടത്തിൽ അങ്ങ് ഉപേക്ഷിക്കുമെന്ന്. അവൾ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അതെന്താ? അവള് കൽത്തോട്ടത്തിലെ ഒറ്റ പെൺകുട്ടിയല്ലേ? അതെ, ഒറ്റ പെണ്ണ് തന്നെയാ. പക്ഷെ അവള് കൽത്തോട്ടത്തിലെ അല്ലല്ലോ. ആ, അത് ശരിയാണല്ലോ. അവളുടെ തന്തയും തള്ളയും വേറെ ഫാമിലി അല്ലേ? അത് ഞാൻ അത്ര ആലോചിച്ചില്ല. എടോ മുന്നു, ഈ അപർണ എന്ന് പറയുന്ന സാധനം ഒരു ഹോം സ്റ്റേയിൽ നിൽക്കുന്ന പോലെ ഇപ്പൊ ആ വീട്ടിൽ നിൽക്കുന്നേ. അവൾ കുണ്ണാനും ഉറങ്ങാനൊക്കെ ഒരു ഇടം കൊടുത്തിട്ടുണ്ട്. അവളുടെ തന്തയും തള്ളയൊക്കെ പോയില്ലേ? അല്ല, അപ്പൊ ഈ അപർണയുടെ സ്വത്തും ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ എവിടെ? ഒന്നുമില്ല. പിന്നെ ഈ ആമിക്ക് കുറെ സ്വത്തുണ്ട്. അതൊക്കെ അവൾക്ക് എഴുതി വെക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഇവൾ ഇത്രയും അഹങ്കാരം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനത് സമ്മതിക്കത്തില്ല. കൽത്തോട്ടത്തിലെ പൈസ ഇനി അവൾ അനുഭവിക്കുന്ന എനിക്കൊന്ന് കാണണം. അതിന് ഞാൻ സമ്മതിക്കത്തില്ലെന്നേ. അങ്ങനെ തന്നെ വേണം. അങ്ങനെ വരുമ്പോ കൽത്തോട്ടത്തിലെ സ്വത്ത് കൂടി എന്റെ കയ്യിൽ വന്ന് ചേരും. നിങ്ങൾ എന്തായാലും കോടീശ്വരന്മാരാണല്ലോ, ശരിയല്ലേ? അപ്പൊ കോടികളും തമ്മിൽ ചേരുമ്പോ നമുക്കങ്ങ് പൊളിക്കാം. ഏത്? അല്ല, അപ്പൊ ഈ അപർണയെ സൊണാലിക്കാര് കെട്ടിക്കൊണ്ടുവരുന്നതില് വലിയ കാര്യമൊന്നുമില്ല അല്ലേ? അനാഥാലയത്തിൽ നിന്ന് കെട്ടിക്കൊണ്ടുവരുന്നത് പോലെയാ. എന്റെ എടി, ഈ ആമയുണ്ടല്ലോ, ആമി ഇവളെ എന്റെ തലയെ കെട്ടിവെക്കാനൊന്നും നോക്കിയതാ. ഹോ, എന്റെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു. ഇനിയിപ്പോ സിദ്ധു അനുഭവിക്കട്ടെ. അല്ല, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇവള് കൊള്ളാലോ, നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ വിട്ടാ ശരിയാവില്ല. എന്താ ഇത്? എന്താ ഈ വരച്ചു വെച്ചിരിക്കുന്നെ? കുട്ടികളുടെ ഡ്രസ്സെന്ന് ചേച്ചി പറഞ്ഞത്. നിന്റെ പട്ടിക്കാട്ടിലെ പിള്ളേരിടുന്ന ഡ്രസ് കോഡ് അല്ല ഇവിടെ വേണ്ടത്. വലിച്ചീറി മോന്തക്കിറിയാൻ തോന്നും. എന്താ പ്രതിഭ പറയുന്നേ? എന്താ ഇതിന് കുഴപ്പം? MD സാറും മാഡം പറഞ്ഞ അനുസരിച്ചല്ലേ അവള് ചെയ്തിരിക്കുന്നത്. നിനക്കൊന്നും ഒരു കുഴപ്പം കാണത്തില്ല. സൊനാലി ഫാമിലിക്കിട്ടൊരു തട്ട് കിട്ടിയാലേ അത് എന്നെ കൂടി നീ വരച്ചതേ ഒന്നിനും കൊള്ളത്തില്ല. അത് സിദ്ധുവിനും അപർണയ്ക്കും അറിയാം. പക്ഷേ നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ അവര് പലതും പറയും. ചേച്ചി പറഞ്ഞതുപോലെ വീട്ടുജോലി ചെയ്യാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നേ. പക്ഷെ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയത് പപ്പയും മമ്മയും സിദ്ധുവേട്ടനും കൂടിയാ. അവര് പറയുന്നത് ഞാൻ
അക്ഷരം പ്രതി അനുസരിക്കും. ഈ ഡിസൈൻ കൊള്ളില്ല എന്ന് അവര് പറയുന്നത് വരെ ഞാനത് ചെയ്യും. ആഹാ, നിനക്ക് ഇത്രയ്ക്ക് ശബ്ദമൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ എവിടുന്ന് വരുന്നു? കൊള്ളാലോ. ഒരു കാര്യം നീ ഓർത്തോ, ദേ ഈ ഇരിക്കുന്ന ചീഫ് ഡിസൈനറുടെ കസേര കണ്ടോ? എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തവളാ ഈ അപർണ. എന്ന് വെച്ചാ ഞാനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ച നിന്റെ സിദ്ധുവേട്ടനെ അടിച്ചു മാറ്റി കൊണ്ടുപോയവളാ ഈ അപർണ. അവൾ ഇപ്പൊ നോക്കുന്നതേ എന്നെ നശിപ്പിക്കാനാ. ഞാൻ ഈ സൊണാലിയില് ജോലി ചെയ്യരുത്, അതിന് പകരോ ഈ പൂജ മഹാറാണിയെ വളർത്തിക്കൊണ്ട് വരുന്നത്. അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഈ ഡിസൈൻ ചേച്ചി, ഇനി ചേച്ചി, പുറം ലോകം കാണില്ല. ചേച്ചി, ചേച്ചി എന്തീ കാണിക്കുന്നെ? ഇരിയുടെ അവിടെ. ദേ മിണ്ടരുത് നീ. ഇനി ഇത് തുടരാനാണ് നിന്റെ പരിപാടിയെങ്കിൽ സൊണാലിയിലെ അടുക്കള പണി വരെ ചെയ്യാൻ പറ്റാതാവും. അങ്ങനെ ആക്കും ഞാൻ. അതുകൊണ്ട് സിദ്ധു അപർണയും ചോദിച്ചാ നീ പറയണം, നിന്നെ കൊണ്ട് ഈ ഡിസൈൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിനക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലാന്ന്. കേട്ടോ? ഇതാ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തേ കിടക്കില്ല എന്ന് പറയുന്നത്. രാവിലെ ഇവിടുത്തെ യാത്രയപ്പ് സമ്മേളനം കണ്ടപ്പോഴേ തോന്നി ഇതിങ്ങനെ വരത്തുള്ളെന്ന്. ഇങ്ങനെ ഏത് കാര്യത്തിന് നെഗറ്റീവ് മാത്രം പറയാതെ ഭാവനെ. ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞാലും നിങ്ങളൊക്കെ അത് നെഗറ്റീവായിട്ടല്ലേ കാണത്തുള്ളൂ. അതെന്റെ കുറ്റമാണോ? മുന്നു കണ്ടില്ലേ പൂജ ഓഫീസിൽ നിന്ന് പോകുന്നത്? ഞാൻ വേറൊരു ഡിസൈൻ വർക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു. ആ കുട്ടി പോയത് ഞാൻ കണ്ടില്ല. ഇത് ഇത്രയും വലിയ സംഭവമാക്കുന്ന എന്തിന്? ആ പെണ്ണ് അവിടെ ഇല്ലെന്ന് വെച്ച് ഓഫീസിലെ കാര്യങ്ങളൊന്നും മുടങ്ങി പോകുന്നില്ലല്ലോ. സൊണാലി ഫാമിലെ അന്തരീക്ഷം കണ്ട് അവള് പേടിച്ചിങ്ങ് പോന്നു. വല്ല തയ്യൽ മെഷീന് വാങ്ങിച്ചു കൊടുത്തേ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്താൻ നോക്ക്. ചേച്ചി, ഇനി എല്ലാ കാര്യം അവള് സിദ്ധുനോട് പറഞ്ഞു കൊടുക്കൂ. എടി, ഒരക്ഷരം മിണ്ടി പോരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഓതിക്കൊടുത്ത അവള് വിവരം അറിയും. എന്താണ് എടോ കാര്യം പറ. ഞാനിനി ഓഫീസിലോട്ട് വരുന്നില്ല ഏട്ടാ. വരുന്നില്ലേ? എന്താ കാരണം? കാര്യം എന്താന്ന് പറ. എനിക്ക് വയ്യ. എന്താണ്? എന്തു പറ്റി? പറ. എന്നെ വേറെ എന്തെങ്കിലും പഠിക്കാൻ വിട്ടാ മതി. അതെ, വരയ്ക്കാനും ഡിസൈൻ വർക്കും ചെയ്യാനുള്ള നിന്റെ ടേസ്റ്റും കഴിവും കണ്ടിട്ടാ ഓഫീസിലോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. ആ മമ്മി, അവരിനെ ഏൽപ്പിച്ചൊരു വർക്ക് ഇവൾ ഓഫീസിൽ ചെയ്തിരുന്നു. അത് കണ്ടിട്ട് അപർണയ്ക്ക് ഭയങ്കര മതിപ്പായി. ഫാഷൻ ഡിസൈനിങ്ങില് നല്ല ഭാവിയുള്ള കുട്ടിയാണെന്നാ അയാളുടെ അഭിപ്രായം. കേട്ടില്ലേ മോളെ ഏട്ടൻ പറയുന്നത്? മോളെ, എന്നിട്ട് ആ വർക്കില് വെള്ളം വീണ് ചീത്തയായത് എങ്ങനെയാ? മോള് പറ. മോളെ, എന്താ പറ്റിയേ? അത് കൈതട്ടി. ശിവയെ വിളിച്ച് ഒന്ന് വരാൻ പറയണം. പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ. അതെന്തിനാ? കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ ഒരു അർജന്റ് മീറ്റിംഗ് അത്യാവശ്യമാണ്. ഒന്നിനൊരു ഉറപ്പൊന്നുമില്ലല്ലോ. 2 അറ്റാക്ക് കഴിഞ്ഞതല്ലേ. ആരെന്നോ എന്തെന്നോ ആർക്കറിയാം. എന്തൊക്കെയായി പറയുന്നേ? അതല്ലടോ, ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായാൽ കുറച്ച് മനസ്സമാധാനം ഉണ്ടാവും. താനേ ആ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു വെക്ക്. എനിക്ക് ഈ ക്ലബിലൊന്ന് പോണം.
താനും കൂടെ വാ. പൂജ മോളെ കൂടെ കൂട്ടിക്കോ. ഇന്നത്തെ ഡിന്നർ അവിടുന്നാവാം. എന്താ? ചെല്ലു. മാഡം ആ ഫോൺ അടിക്കുന്നു. ഇതാ വരുന്നു. ആ ആരാ? താരെ ഫിഷ് കറി ഫ്രിഡ്ജിൽ വെക്കണ്ട, തിളപ്പിച്ച് വെച്ചിരുന്നാ മതിയേ. ആ അമ്മി വീട്ടിലെത്തിയോ? ആ എത്തി. തിരുനെല്ലിലൊക്കെ പോയോ? ആ പോയിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഗുരുവായൂരും കൂടൽമാണിക്യ ക്ഷേത്രത്തിലൊന്ന് പോയി. കുറച്ച് വഴിപാടുണ്ടായിരുന്നു അവിടെ. ഞാനും സിദ്ധുമോനും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഞാൻ അറിഞ്ഞു. അതെന്തായാലും നന്നായി. പിതൃക്കൾക്ക് ചെയ്യാനുള്ള കർമ്മം ചെയ്യണമല്ലോ. അവര് പറയുന്നത് നമ്മൾ അനുസരിക്കണ്ടേ? അപ്പുമോളുടെ കുടുംബക്ഷേത്രത്തില് ചില കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിനുള്ള തടസ്സങ്ങൾ കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവിടുന്ന് നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു തീയതി ഏതാണോ അതങ്ങ് തീരുമാനിച്ച് പറഞ്ഞാ മതി. പപ്പ പറയുന്നത് ആമി തന്നെ ഡേറ്റ് ആലോചിച്ച് പറയാനാ. അതിനെ ആലോചിച്ച് പറയാനൊന്നുമില്ലല്ലോ. അവിടുന്ന് പറഞ്ഞതുപോലെ വരുന്ന ഏകാദശിക്ക് മുമ്പുള്ള ഒരു ദിവസം ഞാൻ കണിയാരെ കണ്ടിട്ട് ഏത് ദിവസം നല്ലതെന്ന് നോക്കിയിട്ട് പറയാം. അങ്ങനെ ചെയ്താ പോരെ? ഇനിയിപ്പോ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കും. കുഴപ്പമൊന്നുമില്ല. ഏതായാലും 10-45 ദിവസം ഇനി നമുക്ക് മുന്നിലുള്ളൂ. സിദ്ധുമോ ഹാപ്പിയാണോ? അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മോള് ഹാപ്പിയാ. അടുത്തുണ്ടോ? ഒന്ന് കൊടുക്കാവോ? ഒരു കാര്യം പറയാനാ. ഓ കൊടുക്ക. മമ്മി. ആ മമ്മി. കാര്യങ്ങളൊക്കെ ആമി പറയും. മോൾക്ക് ശനിയും ഞായറും അവധിയല്ലേ? അപ്പൊ മോൾ ഒന്ന് ഇങ്ങോട്ട് വരണേ. എന്താ മമ്മി? കല്യാണത്തിന്റെ കാര്യം വല്ലതും? അല്ല, കല്യാണത്തിന്റെ കാര്യമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിന് മോള് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ പൂജയില്ലേ മോളെ, അവളുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ മമ്മി? അതൊക്കെ സിദ്ധു പറഞ്ഞോളും. മോളെ ഞായറാഴ്ച ഒന്നിങ്ങോട്ട് വരണം. ആ ശരി മമ്മി. ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ച ആ 12 മണിക്കൂർ രാത്രി ഒരു യുഗമായിട്ടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയത്. എന്ന് പറയും പോലെയാ എന്റെ മോൻ ഇപ്പൊ ഈ വീർപ്പ് മുട്ടുന്നത്. നിങ്ങൾ 6 മാസമൊന്നും കാത്തിരിക്കില്ല എന്ന് എനിക്കറിയാം. അല്ല, ഞാന് മമ്മി കല്യാണത്തിന്റെ കാര്യമല്ല ആലോചിച്ചത്. ഈ ഓഫീസിലെ ഡെസ്പാച്ചിന്റെ കാര്യത്തിൽ ചില ഇഷ്യൂസ്, ആ ഇഷ്യൂസിന്റെ കാര്യം ആലോചിച്ചു കൊണ്ടിരുന്നത് കൊണ്ടാണ് ആ ജ്യൂസ് കുടിക്കാൻ വൈകിപ്പോയത്. ഓയേ മനസ്സിലായി. ഓഫീസിലെ ഡെസ്പാച്ച് മനസ്സിലായി. മമ്മി ഇതൊക്കെ തന്നെയാ ലക്ഷണം. അവള് വിളിച്ചോ? ഇല്ല മമ്മി. അപ്പോ അങ്ങോട്ട് നീ വിളിച്ചു കാണും. ഞാനോ? എന്റെ മമ്മി ഞങ്ങൾ അങ്ങനെയൊന്നും വിളിക്കാറൊന്നുമില്ല. എന്നാലേ ഞാൻ അവളോടും അവളുടെ ആമിയോടും സംസാരിച്ചു. എന്തു പറഞ്ഞു? തീയതിയും നേരവും നാളെ കുറിപ്പിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നേ. എന്ന് അപർണ പറഞ്ഞോ? അല്ല, ആമി. അപ്പൂനോട് ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ടുണ്ട് നാളെ. അതെന്തിനാ? അത് പിന്നെ പൂജയ്ക്ക് വർക്കിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാ. ഓ, മമ്മി അതിനെക്കുറിച്ച് അവളോട് സംസാരിച്ചായിരുന്നു? ഞാൻ വിളിച്ചു. അവള് വരാന്നും പറഞ്ഞു. വരാന്ന് പറഞ്ഞു? ഇന്ന ആവശ്യത്തിനൊന്നും ഞാൻ പറഞ്ഞില്ല. അത് നീ അങ്ങ് പറഞ്ഞാ മതി. ആരാ? അപ്പു ആണോ?